പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയെ കയറിയെന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ആശ. ഞാൻ കോട്ടയം കുടമാളൂർ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ അമ്മ. എൻ്റെ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഒരു ഏജൻസിയെ സമീപിച്ചപ്പോൾ അവർ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഞാൻ അവരുടെ ഇടയിൽ തന്നെ ചെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ റിജക്റ്റ് ചെയ്യുകയും പോകാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ചെന്ന് പറഞ്ഞതിന് ശേഷം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. മാൾട്ടയിൽ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫണ്ടിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അമ്മയോട് പ്രാർത്ഥനയിൽ വെച്ചതിൻ്റെ പ്രകാരമായി ഫണ്ടൊക്കെ കിട്ടുകയും പാസ്പോർട്ട് റിന്യൂവലിന് ഒരുപാട് താമസം നേരിട്ടു. അതിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിൽ വെച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടുകയും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 28 എന്നുള്ള ഒരു ഡേറ്റ് അമ്മയ്ക്ക് ദർശനത്തിൽ കിട്ടി. അതിൻ്റെ പ്രകാരം എനിക്ക് സെപ്റ്റംബർ 28 തന്നെ കയറിപ്പോകാനും സാധിച്ചു. അവിടെ ചെന്നതിന് ശേഷവും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ 28 എന്നുള്ളൊരു ഡേറ്റായിരുന്നു കിട്ടിയിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് മെഡിക്കൽ എടുത്തപ്പോൾ മെഡിക്കലിന് റിപ്പോർട്ട് കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ ആയപ്പോൾ അമ്മ ഇവിടെ നിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മെഡിക്കൽ കിട്ടുകയും പിന്നെ അവിടുത്തെ റെസിഡൻഷ്യൽ പെർമിറ്റ് കിട്ടി ജോലിക്ക് കയറാൻ സാധിച്ചു. ജോലി കിട്ടിയത് അമ്മ മാതാവിന് തിരുക്കുമാരൻ്റെയും രൂപമുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അതിനുശേഷം അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു. താമസ സ്ഥലത്തൊക്കെ ആണെങ്കിലും കൂടെയുള്ളവരുടെ മൂലം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. മെയ് മാസത്തിൽ ഇവിടുത്തെ പ്രാർത്ഥന കൂടി വണക്കമാസ പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പുതിയൊരു ഭവനവും ലഭിക്കാനും നല്ല കൂട്ടുകാരെയും പുതിയ നല്ലൊരു ഭവനവും റെൻറ്റ് കുറവുള്ളൊരു ഭവനവും ലഭിക്കാനും സാധിച്ചു. മാത്രമല്ല അമ്മ മാതാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു പള്ളിയുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു എനിക്ക് താമസം കിട്ടിയത്, പുതിയ ഭവനം കിട്ടിയത്. അതിന് പ്രകാരം എനിക്ക് എന്നും ഈശോയെ സ്വീകരിച്ചിട്ട് ജോലിക്ക് പോകാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു അനുഗ്രഹം കിട്ടി. അതിനുശേഷം ഞാൻ ഈ പ്രാവശ്യം അഖണ്ഡ ജപമാല റാലിക്ക് കൂടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു വന്നായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ലീവ് എടുത്തപ്പോൾ എനിക്ക് റെസിഡൻഷ്യൽ പെർമിറ്റ് കിട്ടാൻ ഒരുപാട് താമസിച്ചപ്പോൾ ഞാൻ ഓൾറെഡി ലീവ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് കാർഡ് കിട്ടിയില്ല. കാർഡ് കിട്ടാതെ എനിക്കിവിടെ വരാനോ അഖണ്ഡ ജപമാല റാലി കൂടാനോ സാധിക്കില്ലായിരുന്നു. അത് കാരണം ഞാൻ ഓഫീസിൽ ചെന്ന് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഓഫീസിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അഖണ്ഡ ജപമാല റാലി കൂടാനായിരുന്നു മാതാവിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നാലേ തരത്തുള്ളൂ, അതിൻ്റെ തെളിവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഓൾറെഡി നോട്ടീസൊന്നും തന്നിട്ടില്ലായിരുന്നു, എല്ലാം മലയാളത്തിലുള്ളതായിരുന്നു. അവിടെ ഇംഗ്ലീഷിൽ കാണിച്ചാലേ ഉള്ളായിരുന്നു, അവർ സമ്മതിക്കുള്ളായിരുന്നു. അപ്പോൾ മലയാളത്തിലുള്ളത് എങ്ങനെയാകും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചു, മാതാവേ അച്ഛൻ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷുള്ള ഒരു നോട്ടീസ് ഇറക്കുമായിരുന്നെങ്കിൽ എനിക്കത് കൊണ്ട് കാണിക്കാമായിരുന്നു എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ ഇവിടുന്ന് ഒരു ഇംഗ്ലീഷിലൊരു നോട്ടീസ് ഇറക്കി. ആ നോട്ടീസ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കുർബാന കൂടി ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ മലയാളത്തിലുള്ള പ്രിൻ്റ് എടുക്കാനായിട്ട് ബസ്സിൽ ഇരിക്കുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു. 2 മണിക്കൂർ കൊണ്ട് ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ ഇവിടെ നിന്ന് ഇറക്കിയ ഒരു നോട്ടീസ്, ആ നോട്ടീസ് ഞാൻ അവിടെ കൊണ്ട് കാണിച്ചു. അവിടെ കൊണ്ട് കാണിച്ചതിൻ്റെ പ്രകാരം അവരെൻ്റെ കാർഡ് ഇഷ്യൂ ചെയ്തെങ്കിലും എനിക്ക് പോസ്റ്റ് വഴി വരാനായിട്ട് കുറച്ചുകൂടെ താമസം എടുത്തു. എങ്കിലും അമ്മ മാതാവിൻ്റെ ഈ നോട്ടീസ് കാണിച്ചത് പ്രകാരമാണ് എനിക്ക് കാർഡ് കിട്ടിയത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കില്ലായിരുന്നു. അങ്ങനെ എനിക്ക് കാർഡ് കിട്ടാൻ 25-ാം തീയതിയാണ് എനിക്ക് കാർഡ് കൈ കിട്ടിയതെങ്കിലും ഞാൻ അവിടെ നിന്ന് ജപമാല റാലിയിൽ ഇവിടെ നടന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ജപമാല റാലി കൂടി ലോക സമാധാനത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഉറക്കെ ജപമാല ചൊല്ലി വഴിയിൽ കൂടെ നടന്ന് അവിടെ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് പള്ളികളുണ്ട് ഉള്ള പള്ളികളെല്ലാം കയറി മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ആ അഖണ്ഡ ജപമാല റാലി ഇവിടുത്തെ കൂടെ തന്നെ ഒപ്പം നടത്താൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഡേറ്റ് എടുത്തതും 28-ാം തീയതി തന്നെയായിരുന്നു. അമ്മയ്ക്ക് കിട്ടിയ ദർശനം അനുസരിച്ച് ആ 28-ാം തീയതി തന്നെ എനിക്കിവിടെ വരാനും സാധിച്ചു.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് പോയപ്പോൾ പത്രം മേടിച്ചുകൊണ്ട് പോയത് അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തായിരുന്നു. അതിനു മുന്നേ ഇവിടെ ജോലിയായിരുന്നപ്പോഴും ഞാൻ പത്രം മേടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പത്രം തീർന്നു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കൊറിയർ വഴി അയച്ച് പത്രം വിതരണം ചെയ്തു. അതുപോലെ പിന്നീട് എൻ്റെ കയ്യിൽ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് കണ്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് മറ്റു ഭാഷകളിലെല്ലാം എടുത്ത് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം, ഭവനം 5-8 വർഷത്തോളമായിരുന്നു ഭവനം പുതുക്കി പണിയാതെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥന ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ചായിരുന്നു. പക്ഷേ ഞാനത് മറന്നുപോയായിരുന്നു ഉടമ്പടി വെച്ചെങ്കിലും. പക്ഷെ അമ്മ അത് നന്നായിട്ട് ഓർത്തു. അത് ഞാൻ വരണേന് മുന്നേ തന്നെ അമ്മ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും അമ്മ അത് എങ്ങനെയൊക്കെയോ സാധിച്ച് ഭവനം പണി പൂർത്തീകരിച്ച് തന്നു. ഇപ്പോൾ കണ്ട നല്ലൊരു പുതിയൊരു ഭവനം പോലെ നല്ലൊരു ഭവനം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ അമ്മയ്ക്ക് ഷുഗർ കൂടുതലായിരുന്നു. അമ്മയ്ക്ക് എപ്പോഴും ഷുഗർ കൂടുതലാവുകയോ കാലുമൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. അമ്മയപ്പോൾ സ്വപ്നത്തിൽ അമ്മ മാതാവ് വന്ന് ഷുഗർ ചെക്ക് ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു. അതിനുശേഷം അമ്മയുടെ ഷുഗർ നോർമൽ ലെവലായി. ഞാനും ഈശോയെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈശോ എനിക്ക് തിരുവോസി തരുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഈശോ തിരുവോസി തന്നപ്പോൾ ഹാഫ് ബ്ലഡും ആയിട്ടായിട്ടാണ് എനിക്ക് തിരുവോസി ഈശോ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ ദർശനത്തിൽ കണ്ടത്. പിന്നെ ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഒരു ദിവസം എനിക്ക് ഒരു വചനം തന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു വചനം ലഭിച്ച് അനുഗ്രഹിച്ചു. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നായിരുന്നു അന്ന് എനിക്ക് കിട്ടിയ വചനം. അപ്പോൾ അതെനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ലീവിന് വരാനുള്ള ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകൾ കൂടെ എങ്കിലും എനിക്ക് വരാനും സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കാനും ഒക്കെ സാധിച്ചു. എല്ലാവരും ലീവിന് പോകുമ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാനായിട്ടാണ് ലീവ് എടുക്കുന്നത്. പക്ഷേ ഞാൻ എടുത്തപ്പോൾ എനിക്ക് അതിനൊന്നും അല്ലായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ ലീവ് എടുത്തത്. അതുപ്രകാരം അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് മാത്രമല്ല ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്. ഞങ്ങൾക്കെല്ലാവർക്കും പല ചെറിയ ചെറിയ രോഗങ്ങൾ സൗഖ്യമൊക്കെ ആയിട്ട് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ വീട്ടിലോട്ട് പൈസ അയച്ചു കൊടുക്കുന്നത് അമ്മ പാവങ്ങൾക്ക് കൊടുക്കുകയും ചോറ് പൊതി കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഞാൻ മാസം ഒരു നിശ്ചിത തുക 2-3 സ്ഥാപനങ്ങൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവർക്കൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. അവിടെ ഞാൻ ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന രോഗികളെയെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. അവരുടെ വിഷമതകളിൽ അവരെ ആശ്വസിപ്പിക്കാനൊക്കെ എനിക്ക് സാധിക്കാറുണ്ട്. അവരോട് പ്രാർത്ഥന കൂടാനും പിന്നെ ഞാൻ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ ഭാഷയിലുള്ള കൊന്തയൊക്കെ വെച്ച് കൊടുത്ത് കൊന്തയും കുർബാനയൊക്കെ വെച്ച് കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ എൻ്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന 1-2 ചേച്ചിമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇത്രത്തോളം അനുഗ്രഹങ്ങൾക്കെന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി. സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് വീട്, ജോലി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും സാധ്യമാകാതെ നീണ്ടു പോവുകയായിരുന്നു. ആകാത്ത സമയം നമ്മുടെ ജീവിതത്തിൽ ആക്കിത്തരികയാണ് പരിശുദ്ധ അമ്മ. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഈശോ പറഞ്ഞത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും അമ്മയാണ് അവിടെ മാധ്യസ്ഥം വഹിക്കുന്നത് എന്നതുകൊണ്ട് ഈശോ അവർക്ക് അത്ഭുതം ചെയ്തു കൊടുക്കുകയാണ്. ഇതുപോലെയാണ് ഓരോ സാക്ഷ്യവും. ഇവിടെ വീട്, ജോലി എന്ന കാര്യങ്ങൾ ഒന്നും ആകാതെ പോകുന്ന സമയത്ത് ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ അത് പെട്ടെന്ന് സാധ്യമാവുകയാണ്. ഓരോ ഉടമ്പടിയും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങളാണ്. പരിശുദ്ധ അമ്മ നമ്മളെ പ്രേരിപ്പിക്കുന്നതും ഈശോയെ അന്വേഷിക്കുവാനായിട്ടാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.